ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സരീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസ്ക് പ്രൊലാപ്സിനെ കുറിച്ചാണ്. ഡിസ്ക് പ്രൊലാപ്സ് നമുക്കിപ്പോ നട്ടെല്ലിലും അതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്തൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും വരാവുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷെ പൊതുവെ ഇപ്പൊ നടുവേദന അതുപോലെ തന്നെ നമുക്ക് കഴുത്തിന്റെ ഭാഗത്തുള്ള വേദനയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് ഡിസ്കിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് പല ആളുകളിലും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. വളരെ വേദനാജനകമാണ്. നല്ല രീതിയിലുള്ള വേദനയും നീരും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിന് എന്തൊക്കെ ചികിത്സകളാണ് നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുക, അതുപോലെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടതുണ്ടോ, അതുപോലെ മറ്റ് ബാഹ്യമായിട്ടുള്ള ചികിത്സകൾ മാത്രം കൊണ്ട് ഇത് ഭേദപ്പെടുവോ, അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ ഡയറ്റുകളാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പൊ പൊതുവെ ഡിസ്ക് പ്രൊലാപ്സുമായിട്ട് വരുന്ന ഒരു വ്യക്തി പൊതുവെ നമുക്ക് കണ്ടുവരുന്നത് നടുവേദന, ആ രീതിയിലാണ് പൊതുവെ നമുക്ക് വരാറുള്ളത്. കഴുത്തുവേദനയും നമുക്ക് വരാറുണ്ട്. അപ്പൊ ഈ ഡിസ്ക് പ്രൊലാപ്സ് ഇപ്പൊ നടുവേദനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ നട്ടെല്ലിലുള്ള കശേരുക്കൾ, അവിടെ ചെറിയ ചെറിയ കശേരുക്കളുണ്ട്. ആ കശേരുക്കളിലെ ഒരു ഷോക്ക് അബ്സോർബർ ആണ് എന്ത്, ഈ ഒരു ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾക്ക് അവിടെ തേയ്മാനം സംഭവിക്കുകയാണ്. ഡീജനറേറ്റീവ് ചേഞ്ചസുകൾ ഈ ഡിസ്കിൽ വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും, ഈ ഡിസ്കിന്റെ സ്ഥാനം മാറി മറ്റു സ്ഥാനങ്ങളിലേക്ക് അതിന്റെ ഒരു മാറ്റം വരികയാണ്. അതായത് സ്പൈനൽ കോഡിലെ ഞരമ്പിന്റെ ഇടയിലേക്കൊക്കെ ഇത് നീങ്ങുന്നതായിട്ട് കാണും. അങ്ങനെയാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. ഞാനിപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത് നട്ടെല്ലാണ്. ഇനി മറ്റു പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കാം. അപ്പൊ കഴുത്തിൽ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെർവിക്കൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും. നട്ടെല്ലിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും. ഇനി ചിലരിൽ വന്നിട്ട് ഈ ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ട് ഇത് അതും കടന്ന് അതിന്റെ ജെല്ലിലൊക്കെ കടന്ന് നമുക്ക് എന്താണ് നടുവിന്റെ താഴോട്ടും മുകളിലോട്ടും ഒക്കെ നീങ്ങുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അത്തരം അവസ്ഥകൾ വരുന്നതായിട്ട് കാണാം. അപ്പൊ അത് നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് കണ്ടുവരാറുണ്ട്. ഇപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്, നമുക്ക് ഭയങ്കരമായിട്ട് മരവിപ്പ് തോന്നും. പ്രത്യേകിച്ച് കാലുകളില് നല്ല രീതിയിൽ മരവിപ്പ് തോന്നുക. അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി നേരം, അധിക നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. നിൽക്കുമ്പോഴേക്കും കാലിലേക്ക് നീര് വരിക, വേദന വരിക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള തരിപ്പുകള്, അതുപോലെ തന്നെ നമുക്ക് അസഹനീയമായിട്ടുള്ള വേദന, ചില സമയങ്ങളിൽ നീർവീക്കം, നീർക്കെട്ടുകൾ. പ്രത്യേകിച്ച് നട്ടെല്ലിലൊക്കെ ആണെങ്കിൽ നട്ടെല്ലിന്റെ ഭാഗത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ നീർക്കെട്ട്, എന്തൊക്കെ ചികിത്സ ചെയ്താലും ഇത് മാറാത്ത ഒരവസ്ഥ. അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാറുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഡിസ്ക് പ്രൊലാപ്സ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരാം. അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാം. പിന്നെ അതുപോലെ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന, അപ്പൊ ഒരുപാട് നേരം വണ്ടികളിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ ബൈക്കൊക്കെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാം. കാറ് കുറെ നേരം നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന ആൾക്കാരാണ്. ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഒരു ഒട്ടനവധി നേരം നമ്മൾ ഇരുന്ന് ഓടിക്കേണ്ടതായി വരും അല്ലെ. അപ്പൊ അത്തരം അവസ്ഥകളിലൊക്കെ നമുക്ക് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് ബോഡിക്ക് കഴിയാതെ വരും. അതായത് അമിതവണ്ണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത്തരം ബുദ്ധിമുട്ടിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അകലെ നിന്ന് അത് മരത്തിൽ നിന്നൊക്കെ വീഴുക, അതുപോലെ വല്ല ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ കാർ ആക്സിഡന്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഹെവി വെഹിക്കിൾ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാവുക. അതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് കാണും. പിന്നെ പൊതുവെ നമ്മുടെ എല്ലുകളിൽ ഉണ്ടാകുന്ന കാൽസ്യം എന്ന മിനറലിന്റെ ഗണ്യമായിട്ടുള്ള കുറവും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പൊതുവെ ഇതൊരു വാദ പ്രശ്നമായിട്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ നമ്മൾ കണക്കാക്കുന്നത്. വാദദോഷം നല്ല രീതിയിൽ കൂടുക എന്നുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് അസ്ഥികൾക്ക് ക്ഷയം സംഭവിക്കുന്നത്. എല്ലാത്തിനും, സന്ധികൾക്കും അസ്ഥികൾക്കും കശേരുക്കളിലും ഒക്കെ നമുക്ക് ക്ഷയം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഔഷധങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് കഴിക്കാം, നമുക്ക് പുനർനവാദി കഷായം കഴിക്കാം, സഹചരാദി കഷായം കഴിക്കാം, രാസ്ന സപ്തകം കഴിക്കാം, രാസ്ന പഞ്ചകം കഴിക്കാം, രാസ്ന രണ്ടാദി ചിലപ്പോൾ നമ്മളെ കൊടുക്കാറുണ്ട്. അപ്പോൾ യോഗരാജ ഗുഗുലു, അതുപോലെ പുനർനവാദി ഗുഗുലു, കൈശോര ഗുഗുലു, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങൾ അവസ്ഥകൾക്ക് അനുയോജ്യമായിട്ട് നമുക്ക്
പേഷ്യൻസിന് നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ ഇത്തരം ഔഷധങ്ങൾ നിങ്ങൾ ഫാർമസി പോയി മേടിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ഇതിന് അനുയോജ്യമായിട്ട് നമ്മൾ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസും കൂടി നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാം? നമുക്ക് തൈലധാരകൾ, ഏതൊക്കെ തൈലം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം? നമുക്ക് ധന്വന്തരം തൈലം, സഹചരാതി തൈലം, പ്രപഞ്ചനം തൈലം, ഇങ്ങനെയൊക്കെ നമുക്ക് പലതരം തൈലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ തൈലപ്രയോഗങ്ങൾ പലതും ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു വാതദോഷമാണ്. അപ്പൊ തൈലത്തിന്റെ ഉപയോഗം ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ തൈലത്തിന്റെ ഉള്ളിലേക്ക് തൈലം കൊടുക്കുന്നത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീരബല 101 ആവർത്തി, അതുപോലെ സഹചരാതി ആവർത്തി, അതുപോലെ തന്നെ നമുക്ക് ധന്വന്തരം ആവർത്തി, ഇങ്ങനെ പലതരത്തിലുള്ള ആവർത്തി പ്രയോഗങ്ങളും കൂടി നമുക്ക് തൈലപ്രയോഗങ്ങളും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തൈലപിച്ചു, തൈലധാര, പിന്നെ ഏറ്റവും നമ്മൾ ഈ നടുവേദനയൊക്കെ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് കടിവസ്തി എന്ന് പറയുന്ന ഒരു ചികിത്സ. അതിലെങ്ങനെയാന്ന് വെച്ചാല് നമ്മളൊരു ഉഴുന്ന് മാവ് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഏത് എണ്ണയാണ് നമുക്ക് അനുയോജ്യമായത് ആ എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ച് നമ്മൾ അത് അവിടെ നിർത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ എണ്ണ ചെറിയ ചൂടോടുകൂടി ആ ഒരു മാവിന്റെ, അതായത് നമ്മൾ ഉഴുന്നു മാവാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ ഉഴുന്നു മാവിന്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിച്ച് അവിടെ ഒരു തടം പോലെ ഉണ്ടാക്കി ആ വേദനയുള്ള ഭാഗത്താണ് കൃത്യമായിട്ട് അവിടെ ആ തടം ഉണ്ടാക്കേണ്ടത്. അവിടെ നമ്മൾ ഈ എണ്ണ അവിടെ സ്റ്റോർ ചെയ്ത് കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ അതിന് ശേഷം നമ്മളത് മാറ്റുന്ന ഒരു പ്രക്രിയയാണിത്. ഈ രീതിയിലുള്ള ചികിത്സകളൊക്കെ ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് ഇത്തരത്തില് നടുവേദന, കഴുത്ത് വേദന, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കേട്ടോ. അപ്പൊ കഴുത്തിലാണെങ്കിൽ നമ്മൾ കഴുത്തിലാണ് ഇത്തരത്തിൽ ചികിത്സ ചെയ്യുന്നത്. കടിവസ്തി എന്ന് പറയുന്നത് നടുവേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് കേട്ടോ. അതുപോലെ തന്നെ കിഴികൾ വളരെ നമുക്ക് ഉപയോഗിക്കാം. സ്വേദപ്രയോഗങ്ങള്, ഞവരക്കിഴി, അതുപോലെ തന്നെ ധാന്യക്കിഴി, മണൽക്കിഴി, ഇലക്കിഴി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കിഴി പ്രയോഗങ്ങളും നമ്മൾ ഇത്തരം അവസ്ഥകളിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഡയറ്റിലേക്ക് കടക്കുന്ന സമയത്ത് കാൽസ്യം കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കേണ്ടതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാൽസ്യം കിട്ടുന്ന ഒന്നാണ് പാല്. പിന്നെ മുട്ട കിട്ടുന്നത്, മുട്ട നമുക്ക് കഴിക്കാം, മുട്ടയുടെ വെള്ള കഴിക്കാം, പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ കാൽസ്യം കൂടുതൽ കിട്ടുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങൾ, മത്തി, നത്തോലി, അതുപോലെ തന്നെ ചാള, അയില, അത്തരം മത്സ്യങ്ങൾ നമുക്ക് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങള് നന്നായി കഴിക്കാം. ബ്രോക്കോളി പോലത്തെ വെജിറ്റബിൾസ് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ നട്ട്സ് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ബദാം, വാൾനട്ട്, അതുപോലത്തെ നട്ട്സ് നമ്മൾ കഴിക്കുന്നത് ഗുണം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം. ഓറഞ്ച്, അതുപോലെ തന്നെ മൂസമ്പി പോലത്തെ ഫ്രൂട്ട്സുകൾ നമുക്ക് നന്നായി കഴിക്കുന്നതും ഇതുപോലെ ഗുണം ചെയ്യുന്നതാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളവരിൽ കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് പറയേണ്ടത് എക്സസൈസ് ആണ്. അപ്പൊ യോഗാസനങ്ങളൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ യോഗ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഒക്കെ ഇത്തരം അവസ്ഥകളിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എക്സസൈസുകൾ തിരഞ്ഞെടുക്കുക. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.